വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ടു സ്കൂൾ ബാക്ക് പാക്കിംഗ് ആണ്. അപ്പം നാളെയാണ് സ്കൂൾ തുറക്കാവുന്നത്. സോ ഞാൻ കരുതി എന്നാൽ പിന്നെ ഒരു ബാക്ക് പാക്കിംഗ് വീഡിയോ എടുത്തേക്കാമെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. അപ്പം നമുക്ക് ആദ്യം തന്നെ എൻ്റെ ബാഗിന് ഒരു കീ ചെയിൻ ഇട്ട് കൊടുക്കാം. സോ നമ്മളൊരു കീ ചെയിൻ എടുക്കുന്നുണ്ട്. ലുക്ക് അറ്റ് ദിസ് ക്യൂട്ട് യൂണിക്കോൺ കീ ചെയിൻ. അപ്പോൾ ഞാൻ ആദ്യം വരുന്നത് ഈ ഒരു ബാഗ്, ഇതാണ് ബാഗ് കേട്ടോ. അപ്പം ഇതിന് വരുന്നത് 1 2 3 4 5 റോസ് അല്ലേ? 5 റോ ആണ് വരുന്നത്. ഫസ്റ്റ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമുക്ക് എന്തായാലും കുഞ്ഞു കുഞ്ഞു വാട്ടർ ബോട്ടിൽസോ കുടയോ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ പറ്റിയ റോ ആണ്. പിന്നെ ഇത് എന്തെങ്കിലും സംഭവങ്ങൾ ഹൈലൈറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടൊക്കെ റോയാണ്. പിന്നെ ഇത് ലഞ്ച് ഞാൻ വെക്കാൻ പോകുന്ന റോയാണ്. പിന്നെ സെൻറ്റർ റോ ബുക്സൊക്കെ വെക്കാനായിട്ട്. പിന്നെ ലാസ്റ്റത്തെ റോ ഇതാണ്. അപ്പോൾ ഇതിൽ ഇവിടെയും കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഫയൽസ് ഒക്കെ വെക്കാനായിട്ട് അല്ലെങ്കിൽ റൈറ്റിംഗ് പാഡ്സ് ഒക്കെ വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാഗിന് ഒരു കീ ചെയിൻ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ കാണിച്ച കീ ചെയിൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിബിൾ, ഈ ഒരു ഫ്രണ്ടത്തെ സിബിൾ ഇട്ട് കൊടുക്കാം എന്നാണ്. നമുക്ക് കുറച്ച് രസം ഉണ്ടാവില്ലേ ഇവിടെ ഇട്ടുണ്ടെങ്കിൽ. സോ അങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. ഇട്ട് കൊടുക്കാം. നല്ല രസമുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. നമുക്ക് കിട്ടുമല്ലേ യൂണിക്കോൺ കീച്ചെയിൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു കീച്ചെയിൻ. ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ബാഗിലേക്ക് വെക്കണം. പിന്നെ നമ്മുടെ ബോക്സ് നമുക്ക് പൗച്ചിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ആ പൗച്ച് ബാഗിലോട്ട് വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പൗച്ച് സെറ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ പുതിയ പൗച്ച്. എങ്ങനെയുണ്ട്? നമ്മൾ കവറിന് പുറത്തെടുക്കാം. ഇതാണ് എൻ്റെ പുതിയ പൗച്ച്. ഇത് ഫ്രണ്ടിൽ ഒരു റോ ഉണ്ട്. ഫ്രണ്ടിൽ ഒരു കുഞ്ഞു റോ ഉണ്ട്. ഇവിടുത്തെ പിന്നെ ഇവിടെയും ഒരു റോ ഉണ്ട്. ഇതിലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് പുറത്ത് വെച്ചിടണം. ഇങ്ങനെ 2 റോ വരുന്ന ഒരു പൗച്ചാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് യൂണിക്കോൺ പൗച്ചാണ്. കിഡ്സാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലോട്ട് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കണം. ഫസ്റ്റ് തന്നെ നമുക്ക് പെന്ന് വെക്കാം. എന്താ ഈസി ഗ്രോയുടെ പെന്നാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഒരു സെറ്റാണ് മേടിച്ചിട്ടുള്ളത് ഈസി ഗ്രോയുടെ പെന്നിൻ്റെ. നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ 2 പെന്ന് വെക്കാം അല്ലേ? 2 പെന്ന് വെക്കണം നമുക്ക്. 2 പെന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റോയിൽ വെക്കാം. ഓക്കെ, ഈ 2 പെന്നും ഈ റോയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പെൻസില് രണ്ടെണ്ണം എടുക്കാമല്ലേ? അതൊന്നുമില്ല, 2 എണ്ണം. നമുക്കിത് ഷാർപ്പൺ ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഷാർപ്പൺ ചെയ്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഷാർപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ പെൻസിൽ ഷാർപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതും കൂടെ നമുക്ക് ഈ പൗച്ചിലോട്ട് വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് സ്കെയിൽ വയ്ക്കാം. ഇത് നടരാജയുടെ സ്കെയിലാണ്. നടരാജ സ്കെയിൽ. നമുക്കത് പൊട്ടിക്കാം. സ്കെയില് നമുക്ക് ഈ കള്ളിയിൽ വെക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കള്ളിയിൽ ഫ്രണ്ടത്തെ കള്ളിയിൽ വെച്ചാലോണാവുന്നു കൊള്ളുമോയെന്നറിയില്ല. കയറി ഓക്കെ, നമ്മൾ ഫ്രണ്ടത്തെ കള്ളിയിൽ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഹൈലൈറ്റർ ഉണ്ട് കേട്ടോ. ഹൈലൈറ്റർ നമുക്കിപ്പോൾ എന്തായാലും ഉള്ളിലത്തെ കള്ളിയിൽ വെക്കാം. അല്ലെങ്കിൽ ഫ്രണ്ട് തള്ളി വെച്ചാൽ ഭയങ്കരമായിട്ട് വീർത്ത് നിൽക്കണ പോലെ ഫീൽ ചെയ്യും. നമുക്ക് ഉള്ളിൽ തള്ളി വെക്കാം. പിന്നെ ഇറേസർ ആൻഡ് ഷാർപ്പനർ നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റത്തെയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഏത് കളർ ഷാർപ്പനർ എടുക്കാം? യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പർപ്പിൾ ഉണ്ട്, പിങ്ക് അല്ലേ? പിങ്ക്. ഓക്കെ, 4 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഓറഞ്ച്, പിങ്ക്, പർപ്പിള്, യെല്ലോ, 4 കളേഴ്സ് ഉണ്ട്. അപ്പം ഞാനിതിൽ എന്ന് വെച്ചാൽ പർപ്പിളും പിങ്കും ആണ് എനിക്ക് കുറച്ചുകൂടി നോട്ടം പോകുന്നത്. നോക്കുമ്പോൾ
ഒരു ബോക്സായിട്ട് കുറച്ചുകൂടെ മാച്ച് ആവുന്നത് പിങ്ക് ആയിരിക്കില്ലേ അല്ലേ? നല്ല രസമല്ലേ? പർപ്പിളും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ പിങ്ക് കൊണ്ടുപോകാം. പിന്നെ എപ്പോഴെങ്കിലും പർപ്പിൾ വയ്ക്കാമല്ലോ. ഓക്കെ, പിങ്ക്. ഇനി റബ്ബർ ഇറൈസർ ആണ് എടുക്കുന്നത്. നമുക്കിത് പൊട്ടിക്കാം കേട്ടോ. പൊട്ടിച്ചിട്ടില്ല ഞാനിത്, കവറുണ്ട് ഇതിനെ പുറത്ത്. പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഉള്ളിൽ വെക്കണോ പുറത്ത് വെക്കണം? പുറത്ത് വെച്ച് നോക്കിയാണോ? പുറത്തത്തേൽ വെക്കാം, അല്ലെങ്കിൽ എരിസ്കയിൽ മാത്രമായി പോയി. ഇത് നമ്മൾ പുറത്തത്തേൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി എന്താണ്, ഇനി ഒരു പെന്നുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു പെന്ന് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെല്ലിങ് ആണല്ലേ, ജെല്ലിങ് മോഡൽ പെന്നാണിത്. ബ്ലൂ കളർ ഇങ്ക് പെന്നാണ്. ഓക്കെ, അപ്പം ഇതും നമുക്ക് ഫ്രണ്ടിലത്തെ ഒരു ഇതിൽ വെക്കാം. ഓക്കെ, അപ്പം എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട് സെറ്റാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ബാഗിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ കൊട വെക്കാം. ഓക്കെ, കൊട എന്നാണ് എൻ്റെ കൊട. ലൈക്ക് ഇട്ടു ഒരു ഡാർക്ക് ബ്ലൂ പ്ലസ് ഒരു പിങ്ക്, ഒരു റോസ് കളർ വരുന്ന ഒരു കൊടയാണ്. കിടു കൊടയാണ് കേട്ടോ, പോപ്പിയുടെയാണ്. ഓക്കെ, അപ്പം നമുക്ക് അത് ഈ ഒരു കള്ളിയില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിലത്തെ കൊടയും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഫ്രണ്ടിലത്തെ കള്ളി അതിൽ വെക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ക്ലോസ് ചെയ്യാം. അതിൽ ആ കള്ളിയിൽ ഇത് മാത്രം വെച്ചാൽ ആദ്യം. ഇതിനുള്ളിലൊന്നും വെക്കാനില്ല, അല്ലെന്നല്ല ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. സോ പിന്നെ ഇതിൽ നമുക്ക് വാട്ടർ ബോട്ടിൽ പിന്നെ നാളെ വെക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ വാട്ടർ ബോട്ടിലും പിന്നെ ലഞ്ച് ബോക്സ് വെക്കും. പിന്നെ നാളെ ഹാഫ് ഡേ ക്ലാസ് ഉള്ളൂ, 12:30 വരെ ക്ലാസ് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ലഞ്ച് ബോക്സ് ആവശ്യമില്ല. നമുക്ക് വാട്ടർ ബോട്ടിൽ നാളെ ഇതിൽ വെക്കാം. പിന്നെ നടുവത്തെ സിബിൽ നമുക്ക് റഫ് ബുക്ക് കൊണ്ടുപോകണം നാളെ പോകുമ്പോൾ. എന്നുവെച്ചാൽ നാളെ ടൈം ടേബിളൊക്കെ തരും. അപ്പോൾ അതുകൊണ്ട് റഫ് ബുക്ക് കൊണ്ടുപോകണം. ദിസ് ഇസ് മൈ റഫ് ബുക്ക്. ഓക്കെ, റഫ് ബുക്ക് കൊണ്ടുപോകണം. നമുക്ക് റഫ് ബുക്ക് വെക്കാം. പിന്നെ അത് ഈ ഒരു പൗച്ചിലെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പെൻസില്, പിന്നെ ഹൈലൈറ്റർ, ഷാർപ്പനർ, പെന്ന്, സ്കെയില്, മറ്റ് ഒരു മോഡൽ ജെൽ പെൻ, പിന്നെ റബ്ബർ ഇറൈസർ എല്ലാം സെറ്റാണ്. നമുക്ക് ഇതും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ വെക്കാം. ഒരു റഫിട്ട കള്ളിയിൽ തന്നെയാണ് വെക്കുന്നത്. ഇനി വേറെ ഒന്നും കൊണ്ടുപോകല്ല. പിന്നെ നാളെ സ്കൂൾ ഡയറി കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ വരുന്നത് ഗൈഡ് യൂണിഫോമാണ്. ഇപ്പം ഞാൻ യൂണിഫോമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അയോണിങ് കൂടെ ചെയ്യാറുള്ളൂ, ബാക്കിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നാളെ ഗൈഡ് യൂണിഫോമാണ്, അതിനുള്ള എല്ലാം സെറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിബിൾത്തിയും എല്ലാം ഒരുവിധം സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സാധനങ്ങൾ വെക്കാനായിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു സിബിളൊന്നും വെക്കാനില്ല എന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോഴാണ് ഓർത്തത് കേട്ടോ. ഈ ഒരു സിബിളൊരു ഐറ്റം വെക്കാനുണ്ട്. ദാറ്റ് ഈസ് ദിസ് ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിൽ നാളെ കൊണ്ടുവരാൻ പറഞ്ഞതാണ് കേട്ടോ. കാരണം നാളെ ബാക്ക് ടു സ്കൂളിൻ്റെ കുറേ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഒരു ക്യാൻഡിലൊക്കെ ആയിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു ക്യാൻഡിൽ വെക്കാം കേട്ടോ. ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു സിബിൾ വെക്കാം. നമ്മൾ നേരത്തെ ഒരു കീ ചെയിൻ ഇട്ട സിബിൾ, ആ സിബിളാണ്. ഓക്കെ, സ്റ്റേബിളായിട്ടിരുന്നുള്ളേ. ഓക്കെ, നമ്മൾ അതും വെച്ചു. അങ്ങനെ നമ്മുടെ ബാക്ക് പാക്കിങ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ പിന്നെ ഹാഫ് ഡേ ഉള്ളത് കൊണ്ട് റഫ് ബുക്ക് മാത്രമേ കൊണ്ടുപോകണം ആവശ്യമുള്ളൂ. ടൈം ടേബിൾ തരും. പിന്നെ നാളെ ചെന്ന് കഴിഞ്ഞാൽ ഡയറി തരും, സ്കൂൾ ഡയറി തരും. പിന്നെ ബാക്കിയുള്ള ബുക്സൊക്കെ പിന്നെ മറ്റന്നാൾ തൊട്ടിട്ട് ടൈം ടേബിൾ പ്രകാരമാണ് കേട്ടോ കൊണ്ടുപോകേണ്ടത്. അതുവരെ നമുക്ക് ബുക്കൊന്നും കൊണ്ടുപോകണ്ട, നാളെ ബുക്കൊന്നും കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാഗ് ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നാളെ പോയേ വേണ്ടുള്ളൂ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. 2 monthsന് ശേഷം ഫ്രണ്ട്സിനെ കാണുന്നതിന് ക്ലാസ് തുടങ്ങുന്നതിനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ടൈം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ടും ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെയും ദിസ് ആഷിക സൈനിങ്.